എടാ സാസ്യ, കേസിന്റെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. എ മാസ്റ്റർ മൈൻഡ് ബിരിയാണി തീഫ്, ദാറ്റ്സ് ഓവർ ഡീലിംഗ്. 6 മാസമായി തോന്നുന്നു. എവിടെ ബിരിയാണി വെച്ചാൽ അതിപ്പോൾ ചെമ്പിലാണെങ്കിലും ശരി, പ്രഷർ കുക്കറിലാണെങ്കിലും ശരി, അത് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു പീരിയഡ്. പിന്നെ എന്തൊരു പോംവഴി? അതാൻ പേടിക്കണ്ട, എൻ്റെ കണക്ഷൻസ് വെച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്. നീ എന്തേലും നടക്കണേൽ അവനിങ്ങ് വരണം. ആര്? വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസനോ? ആ ലേറ്റ് ആയിട്ടില്ലല്ലോ. ബട്ട് ഫസ്റ്റ് വി നീഡ് യുവർ ഹെൽപ്പ്. ഈ ഒരു കേസും പറഞ്ഞ് മോളെയും തെറിയാക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അടുത്ത ആഴ്ച മന്ത്രിയുടെ മോന്റെ കല്യാണം. അതിനെങ്ങാനും ബിരിയാണി ചെമ്പടിച്ച് പറ്റിയ ഞങ്ങളുടെ കാര്യം സീനാണ്. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു കള്ളനെ പിടിച്ച് പൈസ കൊടുത്തിട്ടാണല്ലോ ഈ കുറ്റം ഏറ്റെടുത്തിപ്പിക്കണം. കാം ഡൗൺ താഹേ, ഞാൻ കേസ് മൊത്തം വായിച്ചു. ഈ ബിരിയാണി ചെമ്പ് മോഷണം പോയ സ്ഥലത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും തോന്നിയോ? അടിച്ചു മാറ്റിയ എല്ലാ ബിരിയാണിയും മോശം ബിരിയാണിയാണ്. യെസ്, ദ പോയിന്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഇസ്, ആഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഏതറ്റം വരെ പോവും എന്ന് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. Damn, that's just brilliant. ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന തെണ്ടി ഒരു കട്ട ബിരിയാണി ലവറായിരിക്കും. മോശം ബിരിയാണി ഉണ്ടാക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, അവനത് പിടിച്ചു കാണത്തില്ല. ആ പറഞ്ഞ പോയിന്റ് ആട്ടോ. ചിലമാർ ഈ ബിരിയാണി എന്നും പറഞ്ഞ് ചിക്കൻ കറി ചോറിട്ട് കുഴച്ച് തരുമ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു വരും. അതെ 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 അതെ. അതുപോലെ മറ്റേ ബിരിയാണിയിൽ പൈനാപ്പിൾ വെച്ചുണ്ടാക്കുന്നവന്മാര്, ആവശ്യത്തിനധികം ഏലക്ക ബിരിയാണിയിലിട്ട് ബിരിയാണി നശിപ്പിക്കുന്നവന്മാര്, വെജിറ്റബിൾ ബിരിയാണി വിൽക്കുന്നവന്മാര്, കോൾഡ് ബ്ലഡഡ് കില്ലേഴ്സ്.